ഒരേ അസുഖത്തിനുള്ള മരുന്ന്, ഒരേ സ്ട്രെങ്ത്, ഒരേ കെമിക്കൽ ഫോർമുല. പക്ഷേ ഒന്നിന്റെ വില 100 രൂപയും മറ്റേതിന്റെ വില 10 രൂപയും. എന്തുകൊണ്ടാണ് ഈ വലിയ വില വ്യത്യാസം? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ വില കുറഞ്ഞ ഈ മരുന്നിന്റെ ഗുണനിലവാരം കുറവാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം ആൾക്കാരുടെയും പോക്കറ്റ് കാലിയാക്കുന്ന ഒരു കാര്യമാണിത്. ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ബ്രാൻഡഡ് മരുന്ന്? ഒരു കമ്പനിക്ക് ഒരു പുതിയ മരുന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ റിസർച്ചിനായിട്ട് ഒരു വലിയ തുക തന്നെ ചെലവാകും. അതുകൊണ്ട് അവർക്ക് ആ മരുന്ന് അവരുടെ സ്വന്തം ബ്രാൻഡ് നെയിമിൽ മാർക്കറ്റിൽ വിൽക്കാൻ, ഉയർന്ന വിലക്ക് വിൽക്കാൻ അധികാരം കൊടുക്കും. ഇതിനാണ് പാറ്റന്റ് എന്ന് പറയുന്നത്. എന്താണ് ജനറിക് മരുന്ന്? ഈ പാറ്റന്റ് കാലാവധി കഴിയുമ്പോൾ മറ്റുള്ള കമ്പനികൾക്ക് ഇതേ കെമിക്കൽ ഫോർമുല ഉപയോഗിച്ച് മരുന്നുകൾ നിർമ്മിക്കാനുള്ള അനുമതി ലഭിക്കും. ഇവർക്ക് ഈ റിസർച്ച് ചെലവുകൾ ഇല്ലാത്തത് കൊണ്ട് വളരെ കുറഞ്ഞ വിലയിൽ, ചിലപ്പോൾ അത് 90% വരെ വിലക്കുറവിൽ അവർക്ക് ഇതിനെ വിപണിയിൽ എത്തിക്കാൻ പറ്റും. ഗുണത്തിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ഇവ രണ്ടിലും അടങ്ങിയിരിക്കുന്ന പ്രധാന കെമിക്കൽ അഥവാ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഒന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് പാരസെറ്റമോൾ നിങ്ങൾ ബ്രാൻഡ് നെയിമിൽ വാങ്ങിയാലും ജനറിക് നെയിമിൽ വാങ്ങിയാലും ഇതിന്റെ പനി കുറക്കുക എന്ന പണി ഇവ രണ്ടും ഒരുപോലെ ചെയ്യും. ഇതിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ വേണ്ടി ഡ്രഗ് കൺട്രോൾ ബോർഡിന്റെ കർശന പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഇവ ഫാർമസിയിൽ എത്തുന്നത്. എങ്ങനെ പൈസ ലാഭിക്കാം? ഇനി നിങ്ങൾ ഡോക്ടറെ കാണിക്കുമ്പോൾ, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ജനറിക് നെയിം എഴുതാൻ പറ്റുമോ എന്ന് ഡോക്ടറോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഡോക്ടർ അതിന് സമ്മതിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ഫാർമസിയിൽ ചെന്ന് ഫാർമസിസ്റ്റിനോട് ഡോക്ടർ എഴുതിയതിന്റെ ജനറിക് പതിപ്പ് ലഭ്യമാണോ എങ്കിൽ അത് തരാൻ ആവശ്യപ്പെടാം. പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുള്ള മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാസം ഒരു വലിയ തുക തന്നെ ലാഭിക്കാൻ പറ്റും. ഇനി പറയൂ, നിങ്ങൾ ഫാർമസികളിൽ പോയി ഈ ജനറിക് മെഡിസിൻസിന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നു മുതൽ ഇതൊരു ശീലമാക്കിക്കോളൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.